അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് തള്ളി ഉത്തർപ്രദേശ് ഘടകം. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഉത്തർപ്രദേശിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് നിർമ്മൽ ഖാത്രി അടക്കമുള്ളവർ വ്യക്തമാക്കി. പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അയോധ്യയിൽ പുരോഗമിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. നേരത്തെ തന്നെ പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അയോധ്യ വിഷയം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ എന്ത് നിലപാടാണ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്? അനുജ, ഉത്തർപ്രദേശ് കോൺഗ്രസ് ഘടകത്തെ സംബന്ധിച്ച് മറ്റ് ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് എല്ലാം എന്ന് പറയുന്ന രീതിയിൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ അനുകൂലമായിട്ട് രംഗത്തെത്തുന്ന, അതായത് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ തന്നെ പങ്കെടുക്കണം എന്ന ആവശ്യവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് ഛാത്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് പ്രത്യയശാസ്ത്രത്തെ നേരിടേണ്ടത് പ്രത്യയശാസ്ത്രം കൊണ്ടാണ് എന്നാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് അയോധ്യയിലെ ഇപ്പോഴത്തെ പരിപാടികൾ കടക്കുകയാണ്. ഈ 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുൻപായിട്ട് അവിടേക്ക് കൊണ്ടുപോകുന്ന രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന രാംലല്ല തയ്യാറാകുന്ന ഇടമാണ് എനിക്ക് പിന്നിൽ കാണാനായിട്ട് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കുന്നത്. ആ രാംലല്ല ഇവിടെ നിന്ന് ഈ തയ്യാറാക്കിയ രാംലല്ല ബാലനായ രാമന്റെ വിഗ്രഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ആ കാണുന്ന വേദിയിൽ അവിടെ പൂർത്തിയായിരിക്കുന്നത്. അവിടെ നിന്ന് അല്പസമയത്തിനകം ആ വിഗ്രഹം ആ വാഹനത്തിൽ കയറ്റി ഈ രാമക്ഷേത്രം, പുതുതായിട്ട് രാമക്ഷേത്രം പണിഞ്ഞിരിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകും. വലിയ ഒരു ജനവലിയൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇന്ന് രാവിലെ തന്നെ സരയുവിൽ നിന്നുള്ള ജലകുംഭങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അതിനുശേഷം ഈ വിഗ്രഹത്തിൽ ആ ജലകുംഭങ്ങൾ ജലം ഒഴിച്ചുകൊണ്ട് സ്നാനം ചെയ്യും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ആചാരമായിട്ടുള്ള 5 ദിവസത്തെ തുടർന്ന് നിൽക്കുന്ന പ്രാണപ്രതിഷ്ഠ വരെ നീണ്ടു നിൽക്കുന്ന ആചാരങ്ങൾക്കാണ് തുടക്കമാകുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്നത് അവിടെയാണ്. ഈ തൊട്ടു പിന്നിൽ കാണുന്നിടത്താണ് ഈ വിഗ്രഹം തയ്യാറാക്കിയ നടപടികൾ ഉണ്ടായത്. അവിടെ നിന്നാണ് ആ വാഹനത്തിൽ അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അയോധ്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറയാം. ഈ കൊണ്ടുപോകുന്ന രാംലല്ല നാളെയാണ് ഈ സാങ്ക്ടം സാനിറ്റോറിയത്തിലെ സന്നിധാനം എന്ന് പറയാവുന്ന ഇടത്തെ ഈ നിർദ്ദിഷ്ട ഭാഗത്ത് പ്രതിഷ്ഠിക്കാനായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കൂടി അയോധ്യ കടക്കുകയാണ്. ഇതിനിടയിലാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ ദിവസത്തെ ഈ പ്രതിഷ്ഠാ ദിന ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നു. ഇന്ന് ഉത്തർപ്രദേശ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ വിമാന സർവീസുകളൊക്കെ ആരംഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആണ് ഈ 2 സർവീസുകൾ, കൊൽക്കത്തയിലേക്കും ബംഗളൂരുവിലേക്കും ഉള്ള സർവീസുകൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. അനുജ, ഈ പരിപാടിയോടനുബന്ധിച്ചുള്ള സുരക്ഷ എങ്ങനെയാണ് അയോധ്യയിൽ? അത് ശക്തമാക്കിയിട്ടുണ്ടല്ലോ. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് അയോധ്യ എന്ന് നമുക്ക് പറയാം. വലിയ തണുപ്പുണ്ട്. അയോധ്യയെ സംബന്ധിച്ച് വലിയ തണുപ്പുണ്ട്. പോലീസിന്റെ ഒരു വലിയ നീണ്ട നിര നമുക്ക് കാണാനായിട്ട് സാധിക്കും. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇവിടെ നിന്നുള്ള രാംലല്ല കൊണ്ടുപോകുന്ന ഇടത്തേക്ക് അവിടെ നിന്ന് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയതിനു ശേഷം അതിന്റെ ഒരു സുരക്ഷാ പെർമിഷൻ നൽകിയാൽ മാത്രമേ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അയോധ്യയിൽ 3 വിഭാഗങ്ങൾ, അത് കേന്ദ്രസേനയുടെയും ഒപ്പം ഉത്തർപ്രദേശ് പോലീസിന്റെയും ഉത്തർപ്രദേശ് സ്പെഷ്യൽ സെല്ലിന്റെയും നേതൃത്വത്തിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണാനായിട്ട് സാധിക്കും. ഉന്നത ഉദ്യോഗസ്ഥർ ഈ രാമ വിഗ്രഹം തയ്യാറാക്കിയിരിക്കുന്ന ഇടത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നഗരത്തിൽ എല്ലായിടത്തും 3 ലെയർ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ രാമക്ഷേത്രം തയ്യാറാക്കിയിരിക്കുന്ന മേഖലയിൽ അടക്കം കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചു വരുന്നത് CRPF ആണ്. അവർ ഈ പ്രതിഷ്ഠാ ദിനം വരെ ആ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരും. കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെ അവർ ഇറക്കിയിട്ടുണ്ട്. അവിടെ
ഒപ്പം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശ് പോലീസിന്റെയും സ്പെഷ്യൽ വിഭാഗത്തിന്റെയും 2 ലെയർ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ പരിശോധനകൾക്കായി നിയോഗിച്ചിട്ടുണ്ട്. എല്ലായിടങ്ങളിലും ഈ ഹോട്ടലുകളിലടക്കം എല്ലായിടങ്ങളിലും എത്തുന്നവരെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനും അവരുടെ പരിശോധനകളടക്കം നടത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ 22-ാം തീയതി വരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ആണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് അയോധ്യയിൽ എന്ന് നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. ശരി, രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. അയോധ്യയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് രാധാകൃഷ്ണൻ നൽകിയത്. രാംലല്ലയുടെ വിഗ്രഹം അങ്ങോട്ടേക്ക് എത്തിക്കുന്നു. അങ്ങനെ കനത്ത സുരക്ഷയിലാണ് അയോധ്യ നിലവിലുള്ളത്.